വചനം 26 വാക്കർത്ഥം. ഖാല അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ സുർനി എൻ്റെ റബ്ബേ എന്നെ സഹായിക്കണേ, രക്ഷിക്കണേ, ബിമാ കദ്ദബൂൻ അവർ എന്നെ വ്യാജമാക്കിയതുകൊണ്ട് അഥവാ കളവാക്കിയതുകൊണ്ട്. ഖാല റബ്ബി സുർനി ബിമാ കദ്ദബൂൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ ഇവർ എന്നെ വ്യാജമാക്കിയിരിക്കുന്നതുകൊണ്ട് നീ എന്നെ സഹായിക്കണമേ. വചനം 27 വാക്കർത്ഥം. ഫഔഹൈന അപ്പോൾ നാം വഹി നൽകി, ഇലൈഹി അദ്ദേഹത്തിന്, അനിസ്ന പണിയുക അഥവാ ഉണ്ടാക്കുക എന്ന്, അൽ ഫുൽക കപ്പൽ, ബി അഅ്യുനിന നമ്മുടെ നോട്ടത്തിൽ ദൃഷ്ടിയിൽ, വവഹ്യിന നമ്മുടെ വഹി അനുസരിച്ചും, ഫഇദാ ജാഅ എന്നിട്ട് വന്നാൽ, അമ്രുന നമ്മുടെ കൽപ്പന, വഫാറ ഒഴുകുകയും ചെയ്താൽ അഥവാ പൊട്ടി ഒഴുകുകയും ചെയ്താൽ, അത്തന്നൂറു അടുപ്പ്, ഫസ്ലുക്ക് അപ്പോൾ പ്രവേശിപ്പിക്കുക, ഫീഹ അതിൽ, മിൻകുല്ലിൻ എല്ലാ വസ്തുവിൽ നിന്നും, സൗജൈനിസ്നൈനി ഈ രണ്ട് ഇണകളെ, വ അഹ്ലക നിന്റെ ആൾക്കാരെയും സ്വന്തക്കാരെയും, ഇല്ലാമൻ ഒരു കൂട്ടരൊഴികെ, സബക മുമ്പ് കഴിഞ്ഞിരിക്കുന്നു, അലൈഹി അവരുടെ മേൽ അവരെ സംബന്ധിച്ച്, അൽ ഖൗലു വാക്ക്, മിൻഹും അവരിൽ നിന്ന്, വലാ തുഖാതിബിനി നീ എന്നെ അഭിമുഖീകരിക്കരുത് അഥവാ എന്നോട് പറയരുത്, ഫില്ലദീന യാതൊരു കൂട്ടരിൽ അഥവാ അവരുടെ കാര്യത്തിൽ, വലമൂ അക്രമം പ്രവർത്തിച്ചിട്ടുള്ള, ഇന്നഹും നിശ്ചയമായും അവർ, മുഗ്റഖൂൻ മുക്കി നശിപ്പിക്കപ്പെടുന്നവരാണ്, മുക്കപ്പെടുന്നവരാണ്. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. അപ്പോൾ അദ്ദേഹത്തിന് നാം ഇങ്ങനെ വഹ്യു നൽകി, നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ബോധനമനുസരിച്ചും നീ കപ്പൽ പണിയുക. എന്നിട്ടു നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ പൊട്ടി ഒഴുകുകയും ചെയ്താൽ, അപ്പോൾ എല്ലാ വസ്തുവിൽ നിന്നും ഈ രണ്ട് ഇണകളെയും നിന്റെ ആൾക്കാരെയും അതിൽ പ്രവേശിപ്പിച്ചു കൊള്ളുക. അവരിൽ യാതൊരു കൂട്ടരുടെ മേൽ മുമ്പ് ശിക്ഷയുടെ വാക്ക് കഴിഞ്ഞിരിക്കുന്നുവോ അവരൊഴികെ അവരെ പ്രവേശിപ്പിക്കരുത്. അക്രമം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ നീ എന്നെ അഭിമുഖീകരിക്കരുത്. നിശ്ചയമായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നവരാകുന്നു. വചനം 28 വാക്കർത്ഥം. ഫൈസസ്തവൈത അങ്ങനെ നീ ശരിപ്പെട്ടു കഴിഞ്ഞാൽ, അന്ത നീ, വമമ്മഅക നിന്റെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി കപ്പലിൽ കയറി, ഫഖുൽ അപ്പോൾ നീ പറയുക, അൽഹംദു സർവസ്തുതിയും, ലില്ലാഹി അല്ലാഹുവിനാണ്, അല്ലദീ നജ്ജാന നമ്മെ രക്ഷപ്പെടുത്തിയവനായ, മിനൽ ഖൗമി ജനങ്ങളിൽ നിന്ന്, അദ്വാലിമീൻ അക്രമികളായ. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറി ശരിപ്പെട്ടാൽ നീ പറയുക, അക്രമകാരികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും. വചനം 29 വാക്കർത്ഥം. വഖുൽ പറയുകയും ചെയ്യുക, റബ്ബി എൻ്റെ റബ്ബേ, അൻസിൽനി നീ എന്നെ ഇറക്കിത്തരേണമേ, മുൻസലൻ ഒരു താവളത്ത്, ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു ഇറക്കിത്തരൽ, മുബാറക്കൻ അനുഗ്രഹീതമായ ആശീർവദിക്കപ്പെട്ട, വ അൻത നീയാകട്ടെ നീ, ഖൈറുൽ മുൻസിലീൻ ഇറക്കിത്തരുന്നവരിൽ ഉത്തമനുമാണ്.
وقل رب أنزلني منزلا مباركا وأنت خير المنزلين. എൻ്റെ റബ്ബേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ എന്നെ നീ ഇറക്കിത്തരേണമേ. നീ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നും പറയുക. വചനം 30 വാക്കർത്ഥം. ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട് ല ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ. വ ഇൻ കുന്ന നിശ്ചയമായും നാം ആകുന്നു ലമുബ്തലീൻ പരീക്ഷിക്കുന്നവർ. إن في ذلك لآيات وإن كنا لمبتلين. നിശ്ചയമായും അതിൽ അഥവാ ആ സംഭവത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നിശ്ചയമായും നാം പരീക്ഷിക്കുന്നവരാകുന്നു. 28 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കപ്പൽ നിർമ്മിക്കേണ്ടുന്ന വിധം എങ്ങനെയാണെന്ന് അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് അത് മുമ്പ് പരിചയമില്ലല്ലോ. കപ്പൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നതായി സൂറത്ത് ഹൂദ് 38 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തോടും പ്രത്യേക കാവലോടും കൂടി ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ബോധനമനുസരിച്ചും നോട്ടമനുസരിച്ചും കപ്പൽ പണിയുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അടുപ്പ് ഒഴുകി എന്ന അർത്ഥം കൊടുത്തത് ഫാറത്തന്നൂർ എന്ന വാക്യത്തിനാണ്. ഫാറ എന്ന ക്രിയക്ക് കവിഞ്ഞൊഴുകി, കിളറി, വമിച്ചു, പൊട്ടി ഒഴുകി എന്നൊക്കെ അർത്ഥം വരാം. തന്നൂർ എന്നാൽ ചൂള, അടുപ്പ്, അപ്പക്കൂട് അഥവാ അപ്പച്ചൂള എന്നും അർത്ഥം. ഈ വാക്യത്തിന് ഒന്നിലധികം സാരം കൽപ്പിക്കപ്പെട്ടു കാണാം. അടുപ്പിൽ കൂടി ഉറവു പൊട്ടി ഒഴുകിയാൽ എന്ന സാരമാണ് അധിക വ്യാഖ്യാതാക്കളും നൽകുന്നത്. ഭൂമുഖം ഉറവു പൊട്ടി ഒഴുകിയാൽ എന്നും ചിലർ സാരം കൽപ്പിക്കുന്നു. യുദ്ധം മൂർധന്യത്തിലെത്തി എന്ന ഉദ്ദേശത്തിൽ ഹമിയൽ വത്തീസ്, അടുപ്പ് പതച്ചു എന്നു പറയാറുണ്ട്. ഇതുപോലെ കാര്യം ഗൗരവത്തിലെത്തിയാൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ് ആ വാക്യമെന്ന് വേറെ ചില വ്യാഖ്യാതാക്കളും പറയുന്നു. വാസ്തവത്തിൽ ഈ 3 അഭിപ്രായവും താൽപ്പര്യത്തിൽ വ്യത്യസ്തങ്ങളല്ല. കാരണം ജലപ്രളയത്തിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ അപ്പോൾ കപ്പലിൽ കയറിക്കൊള്ളണമെന്നാണ് ഈ 3 വ്യാഖ്യാനവും കാണിക്കുന്നത്. ഭൂമിയിൽ ഒന്നായി ഉറവു പൊടിയുകയോ ആകാശത്ത് നിന്ന് അതിവർഷമുണ്ടാകുകയോ ചെയ്യുമ്പോൾ ഭൂമുഖവും അടുപ്പും വെള്ളം വമിക്കുകയും കാര്യം ഗൗരവത്തിലെത്തുകയും ചെയ്യുമെന്ന് വ്യക്തമാണല്ലോ. കപ്പലിൽ കയറേണ്ടുന്ന സമയത്തിന് ഒരു പ്രത്യേക അടയാളമായി നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ് അടുപ്പിൽ നിന്നും ഉറവ പൊടിയൽ എന്നും ചിലർ പറഞ്ഞു കാണുന്നു. അല്ലാഹു അഅലം. എല്ലാ ജീവികളിൽ നിന്നും ഈ 2 ഇണകൾ ഓരോ ആണും പെണ്ണും വീതവും തൻ്റെ ആൾക്കാരായ സത്യവിശ്വാസികളെയും കപ്പലിൽ കയറ്റിക്കൊള്ളുവാൻ നൂഹ് നബിയോട് അള്ളാഹു കൽപ്പിച്ചു. അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നുവെന്നും തൻ്റെ ഒരു മകനും ഭാര്യയും അവിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശിക്ഷയ്ക്ക് പാത്രങ്ങളാണെന്ന് മുമ്പേ നിശ്ചയിക്കപ്പെട്ട അവിശ്വാസികളെപ്പറ്റിയാണ് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു, മുമ്പ് വാക്ക് കഴിഞ്ഞുപോയവരൊഴികെ എന്ന് പ്രസ്താവിച്ചത്. അക്രമം ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ നീ എന്നെ അഭിമുഖീകരിക്കരുത് എന്ന് പറഞ്ഞതും അവരെപ്പറ്റി തന്നെ. അവർക്ക് രക്ഷ നൽകുവാൻ അപേക്ഷിക്കരുതെന്ന് സാരം. കപ്പലിൽ അദ്ദേഹത്തിൻ്റെ മക്കളായ സാം, ഹാം, യാഫേത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും തൻ്റെ ഒരു ഭാര്യയും അടക്കം ആകെ 80 പേരാണുണ്ടായിരുന്നതെന്നും പിന്നീടുള്ള മനുഷ്യരെല്ലാം ഇവരുടെ സന്തതികളായി പിറന്നവരാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അഅലം. ജലപ്രളയം അവസാനിക്കുകയും അവിശ്വാസികൾ നശിക്കുകയും ചെയ്ത ശേഷം കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുവാനും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിക്കുന്നതാണ് 28ഉം 29ഉം വചനങ്ങളിൽ കാണുന്നത്. കപ്പൽ ചെന്നണഞ്ഞത് അൽ ജൂദി അഥവാ
ജൂദി മലയിലാണെന്ന് സൂറത്ത് ഹൂദ് 44 വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് പേർഷ്യൻ ഇറാഖിനും തുർക്കിക്കും ഇടയിൽ അറാറാത്ത് പ്രദേശങ്ങളിലാകുന്നു. ഇപ്പോൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ഗവേഷണങ്ങളാൽ നൂഹ് നബിയുടെ കപ്പലിൻ്റേതാണെന്ന് കരുതപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഈയിടെ ലഭിക്കുകയുണ്ടായിട്ടുണ്ടെന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്ര സംക്ഷേപത്തിൽ നാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അവസാനമായി ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കുവാൻ 30-ാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.